നമസ്കാരം. കുറച്ചു മുമ്പ് മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. സുരേഷ് ഗോപി ഇവർക്ക് ധാരാളം പണം നൽകി, ഫ്ളാറ്റ് വാങ്ങി നൽകി, കട തുടങ്ങാൻ പണം നൽകി, അങ്ങനെ കഥകൾ ഒരുപാടിറങ്ങി. കൈക്കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ മുല്ലപ്പൂ വിൽക്കുന്ന ആ യുവതിയെ കണ്ട് സഹതാപം തോന്നി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാണ് സുരേഷ് ഗോപി സ്വന്തം മകളുടെ വിവാഹത്തിന് ആവശ്യമായ മുല്ലപ്പൂവിന്റെ ഓർഡർ ആ സാധുക്കൾക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുകയോ അവരുടെ ജീവിതം കരകയറ്റിക്കൊള്ളാമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ അവരൊന്നും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ തിരിച്ചൊന്നും ചെയ്തിട്ടുമില്ല. ആ കാണിച്ച സഹായത്തെ ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളച്ചൊടിക്കുകയാണ്. അവർക്ക് ഫ്ലാറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കൊടുത്തില്ല. അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. അവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു, അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുകയായിരുന്നു എന്നൊരു രീതിയിലേക്ക് ചിത്രത്തെ വഴിതിരിച്ചു വിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്താണെന്നും ഏത് രാഷ്ട്രീയ ശക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പേരിൽ പൂക്കച്ചവടം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. മാത്രമല്ല പലവിധ ഭീഷണിയുമുണ്ട്. വഴിയരികിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ മുല്ലപ്പൂ വിറ്റ് ജീവിക്കുന്ന ആ സാധുക്കളെ പോലും ഇവരിപ്പോൾ വെറുതെ വിടുന്നില്ല. അവരെ സഹായിച്ചത് ഒരു രാഷ്ട്രീയത്തിന്റെയും പേരിലല്ല. ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന ഒരു വ്യക്തി, സുരേഷ് ഗോപി മാത്രമല്ല, ഒരുപാട് വ്യക്തികൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. അത് പരസ്യപ്പെടുത്തുന്നവരുണ്ട്, രഹസ്യമാക്കി വെക്കുന്നവരുണ്ട്. ഇത് വലിയ ഒരു മീഡിയ പ്രാധാന്യം നേടിയ ഒരു സംഭവമായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. ഏതായാലും നല്ലൊരു കാര്യം ചെയ്തത് അത് മോശമാക്കി ആ ചെയ്തയാളെ അല്ലെങ്കിൽ ആ ചെയ്ത് സഹായം കൈപ്പറ്റേണ്ടി വന്ന ആളുകളെ രാഷ്ട്രീയമായി ഇങ്ങനെ തേജോവധം ചെയ്യാൻ കഴിയുന്നത്, അതിന് മുതിരുന്നത് ഏത് പ്രസ്ഥാനമായിരിക്കും എന്നതും എല്ലാവർക്കും വ്യക്തം. ഈ സംഭവത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എത്രമാത്രം പ്രതിസന്ധികൾ, നമ്മൾ ആരും അറിയാത്ത എത്രമാത്രം വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തായിരിക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ആ തൃശ്ശൂരിൽ അത്രയധികം ഭൂരിപക്ഷത്തോടെ മത്സരിച്ച് ജയിച്ചത്. ആ മത്സരത്തിനുള്ള അല്ലെങ്കിൽ ആ പ്രചരണത്തിനുള്ള ആ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രത്തോളമായിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമായി കൂടി ഈ വാർത്തയെ കാണാം. അപ്പം ഞങ്ങളോടവിടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി. 1000 പേർക്കോ 10,000 പേർക്കോ ജോലി കൊടുക്കുന്ന ഒരു വലിയ കമ്പനിയാണെങ്കിലും ശരി, അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വഴിയരികിൽ കച്ചവടം ചെയ്യുന്ന അതിദരിദ്രനായാലും ശരി, എന്തെങ്കിലും ഒന്ന് അവർ ജീവിതമാർഗം തുടങ്ങിയാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ജീവിതമാർഗം കൊടുത്താൽ അത് പൂട്ടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം നടപ്പിലാക്കുന്ന, അതിന് മാത്രം കഴിവുള്ളവരാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. 10ഉം 20ഉം രൂപ കൂട്ടിവെച്ച് അന്നന്നത്തെ ചെലവ് കഴിയുന്ന പാവപ്പെട്ടവനെ പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവരാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ പോകുന്നത്. എത്രയെത്ര തിരുത്തലുകൾ വരുമെന്ന് ഇവർ പറഞ്ഞാലും, എത്രയെത്ര തിരുത്തലുകൾ വേണമെന്ന് മുകളിൽ നിന്ന് താഴേക്ക് ആവശ്യപ്പെട്ടാലും ഇവർക്ക് ഈ രീതിയിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത് പോലെ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അത് നമ്മുടെ പ്രവൃത്തിദോഷമാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം ഓരോരുത്തരും നമുക്ക് എതിർ നിൽക്കുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് തിരഞ്ഞുപിടിച്ച് വെറും സാധാരണക്കാരെ പോലും അതിന് അവരുടെ മേൽ പഴിചാരുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം എത്ര തിരുത്തൽ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും എങ്ങനെ ശരിയാകും? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി നോക്കി വിജയിച്ച ഒരാളല്ല സുരേഷ് ഗോപി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല അദ്ദേഹം അവിടെ വിജയിച്ചത്, ആളുകൾ വിജയിപ്പിച്ചത്. ഇത്രയും നാളുകൊണ്ട് മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള ആളാണ്. എത്രയോ പേർക്ക് സഹായങ്ങൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആ കുതന്ത്രം, അത് ഏതൊരു പ്രസ്ഥാനത്തിന് മാത്രമേ അത്രയും ആ തരംതാഴ്ചയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മലയാളികൾക്ക് അറിയാം. ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവനും ശബ്ദമില്ലാത്തവന് വേണ്ടി ശബ്ദിക്കാനും ഒക്കെ വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ മഹത്തായ കമ്മ്യൂണിസം എന്ന ആശയം തന്നെ നിങ്ങൾ ഇത്രയും അധപ്പതനത്തിലേക്ക് എത്തിച്ചതിന് കാലത്തിനോട് നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ ചരിത്രത്തിനോട് തന്നെ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ പെരുമാറ്റ വൈകല്യവുമാണ് ഇത്രയും വലിയ തോൽവിക്ക് കാരണമെന്ന് സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ സ്വന്തം അനുയായികൾ ഉൾപ്പെടെ, അണികൾ ഉൾപ്പെടെ മുഖത്ത് നോക്കി ഒരു മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടും അതുപോലും അംഗീകരിക്കാത്ത, എൻ്റെ ശൈലികൾ മാറ്റാൻ ഞാൻ തയ്യാറല്ല, അതിന് സൗകര്യമില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഇതിനപ്പുറമുള്ള പ്രതീക്ഷകളൊന്നും നമുക്ക് വേണ്ട എന്നറിയാം. എന്നാലും വളരെ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക്
ഇവരുടെ കടന്നുകയറ്റം നേരിട്ടാകുമ്പോൾ അതിൻ്റെ ക്രൂരതകൾ മനുഷ്യൻ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ശക്തമായി തന്നെ ഓരോരുത്തരും പ്രതികരിച്ചാലേ മുന്നോട്ടുള്ള ജീവിതം സാധ്യമാകൂ. രാഷ്ട്രീയം കലർത്താതെ വ്യക്തികൾ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിൽ രാഷ്ട്രീയം കൊണ്ടുചെന്നിട്ട് നാട്ടിൽ ഒരു കലാപം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ ജീവിതത്തെ വഴിമുട്ടിക്കാൻ ഇങ്ങനെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്തുണയുള്ള പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഇറങ്ങിത്തിരിച്ചാൽ അത് വലിയൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് കേരളത്തിനെ കൊണ്ടെത്തിക്കും, നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.